രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ TVK നേതാവ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങാം, പിന്നെ കേരളത്തിലേക്ക് വരാം. ഇവിടെ സമയമുണ്ടല്ലോ. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് ചടങ്ങ്. കോൺഗ്രസിന്റേതുൾപ്പെടെ 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് 3 മണിക്ക് ആദ്യ മന്ത്രിസഭായോഗം ചേരും. 5 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സാധ്യമായത്. 59 വർഷങ്ങൾക്ക് ശേഷമാണ് ദ്രാവിഡ കക്ഷിയല്ലാത്ത ഒരു പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിലേറുന്നത്. അതും 2 വർഷം കൊണ്ട് രൂപീകരിച്ച വിജയിയുടെ തമിഴ് വെற்றி കഴകം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് തത്സമയം. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, ഇത് തമിഴ്നാട്ടിലൊരു പുതിയ ഉദയമാണ്. 59 വർഷം, 6 പതിറ്റാണ്ട് നീണ്ട ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച് വിജയ് ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നു, ഒരു പുതിയ കാലം തുടങ്ങുന്നു, ഒരു പുതിയ രംഗം തുടങ്ങുന്നു തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ. വളരെ ആവേശകരമായിരിക്കുമല്ലോ. TVKയിലെ പ്രവർത്തകർ ഇന്നിപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ ആവേശത്തോടെ ഒരു സിനിമ, വിജയ് സിനിമയുടെ സൂപ്പർ സിനിമയുടെ റിലീസിന്റെ ദിവസത്തെ ഫാൻ പ്രദർശനത്തിന്റെ ആവേശത്തോടു കൂടി നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുമോ? അരുൺ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ എത്തിയപ്പോൾ വിജയുടെ വസതിയുടെ മുന്നിൽ കുറച്ച് മലയാളികളായ TVK ആരാധകരെ കണ്ടിരുന്നു. ചെറുപ്പക്കാരാണ്. അവർ നമ്മളോട് പറഞ്ഞത് ജോസഫ് വിജയ് എന്ന ഈ സത്യപ്രതിജ്ഞാ വാചകം കേൾക്കുന്നതിന് വേണ്ടിയാണ് അവർ വന്നത്. 500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് 5000 രൂപ മുറി വാടകയും കൊടുത്താണ് അവരിവിടെ താമസിച്ചിരുന്നത്. അവരുടെ ആ പ്രതീക്ഷ, അവരുടെ ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ജോസഫ് വിജയ് നാട്ടുകാരുടെ തമിഴ്നാട്ടുകാരുടെ മക്കളുടെ, അവരുടെ തമിഴ് മക്കളുടെ ഇളയ ദളപതി ഇപ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വലിയ പ്രത്യേകത. ഞാനിപ്പോഴുള്ളത് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് കുറച്ചിപ്പുറത്താണ്. വലിയ സെക്യൂരിറ്റി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഇവിടെ ബാരിക്കേഡുകളൊക്കെ വെച്ച് ആളുകളെ തടഞ്ഞു നിർത്തിയത് നമുക്ക് ചെറിയ ഒരു എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് പേര് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയുള്ളത്. എനിക്കൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റേഞ്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരിടത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാം അഭിജിത്ത്. കാരണം അവിടെ ഒരുപാട് റേഞ്ച് ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേര് ഇതിനകം തന്നെ ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് ഒരു സേഫായിട്ട് സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ 6 പതിറ്റാണ്ട് കാലത്തിന് ശേഷം ഒരു ദ്രാവിഡ കക്ഷിയല്ലാത്ത ഒരു പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരികയാണ്. ചെറിയ കളിയല്ല, അതും അത്ഭുതത്തോടു കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ TVKയുടെ ഉയർച്ചയെ കാണുന്നത്. ഒരേ ഒരു ഏജൻസി മാത്രമാണ് TVKയുടെ വിജയം, ഇത്രമേൽ ശക്തമായൊരു വിജയം പ്രവചിച്ചത്. അത് ആക്സിസ് മൈ ഇന്ത്യയാണ്.